ഇപ്പോൾ വാട്സപ്പിൽ നമ്മൾ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയിട്ട് പോകുന്ന വീഡിയോ വാട്സപ്പിൽ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. വ്യൂ വൺസ് എന്നുള്ള ഫീച്ചർ ഓൺ ആക്കിയാൽ മതി. അപ്പം ആ ഒരു വീഡിയോ അവർ ഒരു പ്രാവശ്യം ഓണാക്കി കഴിഞ്ഞിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വീഡിയോ അവർക്ക് കാണാൻ പറ്റില്ല. ഒറ്റ പ്രാവശ്യമേ അത് കാണാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലെ വ്യൂ വൺസ് വീഡിയോ എങ്ങനെ വാട്സപ്പിലൂടെ നമുക്ക് സെൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏത് കോൺടാക്റ്റിലോട്ടാണോ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഒരു പിന്ന് പോലത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഗാലറി സെലക്ട് ചെയ്യുക. ഗാലറി സെലക്ട് ചെയ്താൽ നമ്മുടെ ഗാലറിയിൽ എത്തുന്നതായിരിക്കും. അവിടുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് വീഡിയോ റെക്കോർഡും ചെയ്യാവുന്നതാണ്. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ ക്യാമറ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഗാലറിയിലുള്ള വീഡിയോസ് സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താലും നമ്മൾ ഗാലറിയിൽ എത്തുന്നതായിരിക്കും. എന്നിട്ട് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഇപ്പം വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ട്. ഇപ്പം വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ലീവ് ചെയ്യുക. ലീവ് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനിലോട്ട് എത്തും. ഇപ്പം ഇവിടെ നിലയ്ക്ക് എഡിറ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ നടത്താവുന്നതാണ്. ഇപ്പോൾ HD ക്വാളിറ്റിയിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ഓണാക്കി കൊടുക്കുക. അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ്. എന്നാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യൂ വൺസ് എന്നുള്ള ഫീച്ചർ ഓൺ ആയിട്ടുണ്ടാവും. അതിനുശേഷം ഈ ഒരു വീഡിയോ ഒരു പ്രാവശ്യമേ അവർക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ സെൻഡ് ആവുന്നതായിരിക്കും. ഇപ്പം ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും സെൻഡ് ആയിട്ടുള്ള വീഡിയോ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇപ്പം അവർ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം അവർക്ക് കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വീഡിയോ ഓപ്പൺ ആക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വാട്സപ്പിലൂടെ വ്യൂ വൺസ് വീഡിയോ സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.